കൈമാറുന്നതാണ്. ഇത് വലിയ വിദഗ്ധമായിട്ടുള്ള ഒരു അഭിപ്രായം പറയാൻ എനിക്ക് കഴിയില്ല. പക്ഷേ എന്നാലും പൊതുവായിട്ട് പറഞ്ഞാൽ യുദ്ധത്തിന് ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. നമ്മുടെ സമൂഹത്തിന്റെ ഏതൊരു യുദ്ധങ്ങൾ, ഏതൊരു വികൃതികൾ കണ്ടാലും അതിന്റെ അടിസ്ഥാനം വളരെ ചെറുതിൽ നിന്നായിരിക്കും ആരംഭിക്കുക. അതിന് ആ സമയത്ത് പക്ഷെ കണ്ടുപിടിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും. നമ്മുടെ ഒരു ക്യാൻസർ പോലെ തന്നെ ആ സമൂഹത്തിലോ അല്ലെങ്കിൽ രാഷ്ട്രത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തുണ്ടാകുന്ന ആ ചെറിയ ഇൻഡ്യൂഷൻ, അതിന്റെ ആരംഭം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട് എന്നുള്ളതാണ് നമുക്കിപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ സാർ പറഞ്ഞത്, സാറിന്റെ പേര് എനിക്ക് അറിയില്ല, പുള്ളി പറഞ്ഞത് അതൊരു നാച്ചുറൽ പ്രോസസ് എന്നാണ്. ഞാനും അതിൽ തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം നമ്മുടെ ഭൂമി ഇപ്പോൾ നമ്മുടെ ഇവിടെ ഒരു സുനാമി വന്നതിന് കാരണങ്ങൾ ഒരു പക്ഷേ നമുക്ക് കൃത്യമായിട്ട് അറിയില്ലായിരിക്കും, നമ്മൾ പഠിച്ചുകൊണ്ട് വരുന്നതേ ഉള്ളൂ. അപ്പൊ അതൊരു നാച്ചുറൽ പ്രോസസ്സാണ്, അതിന്റെ ഒരു പ്ലാറ്റോ മൂവ്മെന്റിന്റെ ഒരു ഭാഗമാണ്. അത് ആദ്യം നമുക്ക് ഒരു പക്ഷേ അതിനെ റിവേഴ്സ് ചെയ്യാൻ കഴിഞ്ഞൊന്നും വരില്ല. അപ്പൊ ഈ ചെറിയൊരു ഭാഗം, അതായത് ചെറിയൊരു മുകളോ, അതായത് ആക്രമണത്തിന്റെ ചെറിയൊരു മുകളോ ആരംഭിക്കുന്നത് തന്നെ നമ്മൾ അറിയാത്ത പല ഭാഗങ്ങളിൽ നിന്നായിരിക്കാം. അങ്ങനെ പല ആളുകളുടെയും ചിന്തകൾ ഒരുമിച്ച് അതേ ലൈനിൽ വരുമ്പോഴാണ് ഇതുപോലെ യുദ്ധം ഉണ്ടാകുന്നത് എന്നത് ഒരു നാഷണൽ പ്രോസസ് ആയിട്ട് തന്നെ കണക്കാക്കണം. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, പിന്നെ ഞാൻ ഇതിനു മുമ്പ് ഈ മാങ്ങയുടെ ഒരു പ്രോസസ്സിങ്ങിനെ കുറിച്ച് കണ്ടിരുന്നു. മാങ്ങ അവിടെ ചുമ്മാ വെച്ചിരുന്നാലും ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ അഴും, വെളിയിൽ വെച്ചിരുന്നാൽ അഴും. ഇതെന്തുകൊണ്ടാണെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ വെളിയിൽ നിന്നുള്ള ആക്രമണം അല്ല അതിനകത്ത് ഇന്ത്യയുടെ ഒരു പ്രോസസ്സ് നടക്കുന്നെന്ന് പറയുന്നത്. ഒരു എൻസൈം കുറഞ്ഞു വരും. അത് കുറഞ്ഞു വരുന്ന സമയത്ത് ബാക്കി എല്ലാത്തിനും ആക്രമിക്കുന്നതിനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനുമുണ്ട് പ്രോസസ്സ്. അതുപോലെ ഓരോ സൊസൈറ്റിക്കും ഓരോ പ്രോസസ്സിങ്ങിന്റെ ആരംഭമുണ്ട്, ചെറിയതായിട്ട് വരും. പക്ഷെ അത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ട് അതിനെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കുറെയൊക്കെ അതിന്റെ നാശത്തിന്റെയൊക്കെ ആ ലൈൻ മാറ്റാൻ കഴിയും, കുറച്ച് നീട്ടാൻ കഴിയും. അതായത് നമ്മളിപ്പോൾ ഒരു സ്ലോപ്പിൽ കൂടെ ഒരു വണ്ടി ഉരുണ്ടു വരുമ്പോൾ ബ്രേക്ക് കൊടുക്കുന്നമാരെയാണ് ബ്രേക്ക് കൊടുത്ത് കുറച്ച് നിർത്തി ലാസ്റ്റ് എത്തുന്നത് വരെ ഒന്ന് കൂടുതൽ സമയം കിട്ടുമെന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ അതിനുവേണ്ടി നമുക്ക് ശ്രമിക്കാൻ കഴിയും. ഈ സൈക്കോപാത്തുകൾ എന്ന് പറയുന്നത് ഉണ്ട്, അതും ഈ സൈക്കോപാത്തിന്റെ ആരംഭം തന്നെയാണെന്ന് പറയാം. അവരിലാണ് ഇത്തരം ചിന്തകൾ മുളപൊട്ടുന്നത്. അപ്പൊ അത്തരം ആളുകളെ നമ്മൾ അറിയാതെ തന്നെ വളർത്തുകയും അവരെ മുകളിൽ അധികാര സ്ഥാനങ്ങൾ എത്തുകയും ചെയ്യുമ്പോൾ ഇങ്ങനെ അവർക്ക് കാര്യങ്ങൾ ഇത്തരം ആയുധങ്ങളൊക്കെ ഉണ്ടാക്കാനും ആയുധങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള ശക്തി കിട്ടുമ്പോൾ അവർ പ്രയോഗിക്കുന്നു എന്ന് മാത്രമേ പറയുന്നത്. ജനറലായിട്ടുള്ള ഒരു തിയറി മാത്രമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇത് ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിക്കുന്നു.